എനിക്ക് കാര്യമാണോ ചിരിക്കണോ ഒന്നും അറിയാത്ത അവസ്ഥയായിരുന്നു. ഓക്കെ, അത് കുറച്ച് പ്രശ്നമായി. ഞാനവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് എന്നെ കൊണ്ട് താങ്ങുന്നതിന് കൂടുതലായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും. അതൊക്കെ കഴിഞ്ഞു. ആൻഡ് എക്സാംസും കഴിഞ്ഞു. ഞാൻ 3 ഇയേഴ്സ് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ പാസ്സായിട്ട് പുറത്തു വന്നു. അതായത് ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ട് ഞാൻ പുറത്തു വന്നു. ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് ഞാൻ പുറത്തിറങ്ങിയത്. ബട്ട് എനിക്ക് ഒരു എന്താ പറയണ്ടേ, അത്രയും സങ്കടം തോന്നിയ കാര്യം എന്നറിയോ, 3 ഇയേഴ്സ് ഞാൻ അവിടെ പോയി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന പഠിച്ചൊരു നേഴ്സായിട്ട് പുറത്ത് വന്നപ്പോൾ നാട്ടുകാരനോട് ചോദിക്കുക, മോൾ ഇത് കോഴ്സാണ് പഠിച്ചത്. ഞാൻ പ്രൗഡ്ലി സേ ഞാൻ നേഴ്സാണ്. അവരിനോട് BSc നേഴ്സാണോ? ഞാൻ പറഞ്ഞു അല്ല, ജനറൽ നഴ്സിംഗ് ആണെന്ന് പറഞ്ഞു. അവര് ഓ ഡിപ്ലോമയാണോ? അന്തേ മോള് പഠിക്കത്തില്ലായിരുന്നു, നമുക്ക് റാങ്ക് കുറവായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഡിപ്ലോമ കിട്ടിയ BSc കിട്ടാഞ്ഞത്. ഐ വാസ് ലൈക്ക് വാട്ട്? ഇനി ഞാൻ പഠിച്ചത് BSc നഴ്സിംഗ് അല്ല. ഓക്കെ, 4 ഇയർ കോഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സ് ആണ്. അവർക്ക് തിയറി വൈസ് ആണ് അവർക്ക് കുറച്ചുകൂടി ഇതുള്ളതെങ്കിൽ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ വൈസ് ഞങ്ങൾ നല്ല തറവാണ്. എനിക്ക് ഒരു പ്രാക്ടിക്കൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഒരാളെ എങ്ങനെ നോക്കണമെന്ന്, അല്ലെങ്കിൽ ഞാൻ തറവായിട്ട് ചെയ്യുന്നുള്ള കോൺഫിഡൻസിൽ പുറത്തിറങ്ങി എന്നെ ഒരു 2 സെക്കൻഡ് കൊണ്ട് അവരുടെ കോൺഫിഡൻസ് ഫുള്ള് തകർത്ത് കഴിഞ്ഞു. എന്താ മോളെ ഡിപ്ലോമ കിട്ടിയേ, മോള് പഠിക്കത്തില്ലായിരുന്നോ, മോളിന് വീടുകൾ തോറും കയറി ഇറങ്ങണമായിരിക്കുമല്ലേ, മൂക്കിന് ജോലി കിട്ടുമോ, മൂക്ക് മര്യാദക്കുള്ള സാലറി കിട്ടുമോ, മോൾ അസിസ്റ്റന്റ് ആയിട്ടല്ലേ നിൽക്കേണ്ടി വരിക. വാട്ട്? എനിക്കൊന്നും പറയാനില്ലായിരുന്നു അവിടെ. ബിക്കോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി. അതൊക്കെ വകവെക്കാണ്ട് ഞാൻ ജോലിക്ക് കയറി. ഞാൻ ജോലിക്ക് കയറിയപ്പോൾ എൻ്റെ ഫസ്റ്റ് സാലറി 3000 റുപ്പീസ് ആയിരുന്നു. എങ്ങനെ 3 ഇയേഴ്സ് ഞാൻ പഠിച്ചിട്ട് ഓൾമോസ്റ്റ് ഞാൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ടാണ് ഞാൻ 3 ഇയേഴ്സ് പഠിച്ച് പുറത്തിറങ്ങിയത്. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് സാലറി 3000 റുപ്പീസ്. പോട്ടെ, ഞാനത് കാര്യമാക്കിയില്ല. ബിക്കോസ് എനിക്ക് വേറെയും പ്ലാൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലാൻ കുറച്ച് ഞാനിവിടെ പണിയെടുക്കുക, അതായത് ഒരു ടൈം പീരീഡ് ജോബ് ചെയ്തതിന് ശേഷം എനിക്ക് BSc ആണല്ലോ, ഞാൻ ഇപ്പോൾ ഡിപ്ലോമ ആണല്ലോ, ഞാൻ BSc നഴ്സിംഗിലേക്ക് ആവണം. അപ്പോൾ പോസ്റ്റ് BSc എന്നുള്ള സംഭവം എടുക്കണം. അപ്പോൾ ഞാനത് 1 ഇയർ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ BSc പഠിക്കാനായിട്ട് പോയി. 2 ഇയേഴ്സ് പോസ്റ്റ് BSc നഴ്സിംഗ് ആണ്. അത് പഠിക്കാൻ പോയി. ഞാനൊരു സ്ഥലത്തേക്ക് എനിക്കൊരു കോളേജിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ആ കോളേജിൽ പഠിച്ചത് കുറച്ചൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചധികം വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി നഴ്സിംഗ് പഠിച്ചു. അവിടെ നിങ്ങൾ എന്താ പറയാ, 2 വർഷം മെനക്കെട്ടായിരുന്നു കുത്തിയിരുന്നിട്ട് ഞാനത് പഠിച്ചു തീർത്തു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു പോസ്റ്റ് BSc യോടെ നിർത്താം. ബട്ട് ഇപ്പൊ എന്റെ മൈൻഡിൽ എന്തുകൊണ്ട് ഞാൻ MSc എടുത്തുകൂടാ, അതായത് എന്തുകൊണ്ട് PG ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഒരു PhD ആയിക്കൂടാ എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നല്ല, ഇഷ്ടപ്പെടാണ്ട് നഴ്സിംഗിലേക്ക് കയറിയ ഒരാളാണെങ്കിലും ഞാൻ ഉറപ്പ് പറയാ, നിങ്ങളത് പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ഞാൻ നഴ്സിംഗിൽ ഇതെടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കണം, എന്നിട്ട് കൂടെ നിങ്ങൾ റാങ്ക് ഉയർത്താൻ നിങ്ങളുടെ മനസ്സ് പറയും. അതൊരു നല്ല ആസ് എ നേഴ്സ് ഞാൻ പറയാം, ഞാൻ എന്താ പറയുക, എന്റെ കയ്യിലൂടെ ഓരോ ജീവൻ രക്ഷപ്പെട്ട് പോകുമ്പോഴും, അല്ലെങ്കിൽ ഓരോ ജീവൻ എന്റെ കയ്യിലൂടെ പുതുതായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോഴും ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഞാൻ എന്നെ തന്നെ പ്രൗഡായിട്ട് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാണ്ടാണ് ഞാൻ നഴ്സിംഗിലേക്ക് കയറിയത്. ബട്ട് ആ ഇഷ്ടമില്ലാത്ത എന്റെ കയ്യിലൂടെ ഞാൻ ഓൾമോസ്റ്റ് 10ഓളം ഡെലിവറി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾ എന്റെ കയ്യിലൂടെ ഭൂമി കണ്ടിട്ടുണ്ട്. ആൻഡ് മരണത്തോട് മല്ലടിച്ച ആൾക്കാർ വരെ ജീവനോടെ എന്റെ കയ്യിലൂടെ പുറത്തു പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്, ഓ ഇപ്പൊ നഴ്സിംഗ് എടുത്തത് തെറ്റായില്ല എന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ട്. ബിക്കോസ് നമ്മൾ ബാക്കി എന്ത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വരണമെന്നില്ല. കാരണം ഒരു ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ പുതിയ ജീവൻ കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു നഴ്സ് ഡോക്ടർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ബിക്കോസ് ഞാൻ പീരിയോഡിക് ആയിട്ടുള്ളപ്പോൾ ആ കുട്ടി അത്രയ്ക്ക് സിവിയർ കേസ് ഉണ്ടായിരുന്ന കുട്ടിയാണ്, എമർജൻസി കണ്ടീഷൻ ഉണ്ടായിരുന്ന കുട്ടീനെ അത്രയും ഞാൻ നല്ലോണം നോക്കിയിട്ട് ആ ലാസ്റ്റ് കുട്ടി അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ ആ അമ്മയും കുട്ടിയും എനിക്ക് തന്നൊരു എന്താ പറയുക സ്നേഹമുണ്ട്. അവർ എന്റെ കൈ പിടിച്ച് പറഞ്ഞ പല വേർഡ്സും പുറത്ത് വെച്ചിട്ട് അവർ ഇങ്ങോട്ടേക്ക് എന്നെ വന്ന് കണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് സിസ്റ്റർ അല്ലേ എന്നെ നോക്കി, ഞാൻ 10 ദിവസം അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ എന്നെ നോക്കിയില്ല, എനിക്ക് സിസ്റ്റർ ഭയങ്കര എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് എന്നോട് സംസാരിച്ചപ്പോഴും ശരിക്കും പറയല്ലോ ഞങ്ങൾ പൊന്തി പോയിരുന്നു. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു നഴ്സ് ജേണി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് അങ്ങനത്തൊക്കെയാണ്. ആൻഡ് ഇതിനപ്പുറത്തേക്ക് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സസിനോട് ഇത് പഠിക്കാൻ നഴ്സിംഗ് എടുക്കാൻ പോകുന്ന ആൾക്കാരോടും പറയുന്നത്, ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടായിരിക്കാം എടുക്കുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് എടുക്കണമെന്നോ പഠിക്കണമെന്നോ പറയുന്നില്ല. ബട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എടുത്തു പഠിച്ചു എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, പഠിക്കുക. ബിക്കോസ് അതൊരിക്കലും തെറ്റല്ല. കാരണം ഞാൻ ഇഷ്ടപ്പെടാണ്ട് പഠിച്ചിട്ട് ഇത് തെറ്റായ തീരുമാനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിച്ചു തുടങ്ങിയ ഞാൻ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കൊരു പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ഇയർ കഴിഞ്ഞ് നിങ്ങൾ ഒരു നഴ്സായിട്ട് പുറത്തെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെ വരും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇത് തോന്നും, എന്താ പറയുക
ഞാനിപ്പോൾ നേഴ്സാണ്, എനിക്കൊരു ജീവൻ രക്ഷിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനത്തെ പല ഇതും നിങ്ങൾക്ക് തോന്നും. ഒരിക്കലും എന്താ പറയുക, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് വേണ്ടായിരുന്നു നഴ്സിംഗ് എടുക്കണ്ടായിരുന്നു എന്നും തോന്നില്ല. എന്താ പറയുക, കുറച്ച് പ്രോബ്ലംസും സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഇറ്റ്സ് ഗുഡ്. ഞാനിപ്പം നല്ല രീതിക്ക് എന്താ പറയുക ആസ്വദിച്ചോണ്ടിരിക്കും. വേർഡ്സ് കിട്ടുന്നില്ല ചില വേർഡ്സും. അപ്പോൾ എൻ്റെ നഴ്സിംഗ് ജേണി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നോട്ട് ഇനി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. ബിക്കോസ് ഞാൻ ഇതൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കിതിനെ കുറച്ചൊക്കെ നിങ്ങളോട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഇപ്പോൾ നഴ്സിംഗിൽ പഠിക്കുന്നവർക്ക്, ഈ നഴ്സാകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്. നല്ല ഹോപ്പുള്ള ഫീൽഡ് തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ബട്ട് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് ചോദിക്കുക. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. നഴ്സിംഗിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ കോഴ്സിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലൈസേഷനെ പറ്റിയിട്ടോ, നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറ്റിയിട്ടോ, നെക്സ്റ്റ് എന്തെടുക്കാം, കരിയർ ഗൈഡൻസിനെ പറ്റി എന്ത് വേണ്ടിയെങ്കിലും ചോദിക്കാം. ഐ ഡെഫിനറ്റ്ലി ഗൈഡ് യു ഗൈസ്. ബൈ.